സ്വന്തം ഉമ്മയുടെ കാലിന്റെ നരമ്പ് മുറിക്കാൻ വേണ്ടി ഒത്താശ ചെയ്ത ഒരു മാന്യതയുടെ മുഖമൂടിയിട്ട നിങ്ങളുടെ കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ടാകുവാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തെ കനറ ബാങ്കിന് സമീപമുള്ള തായിലക്കണ്ടി എന്ന കുടുംബത്തിലെ ജാബിർ എന്ന ഒരുത്തനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വെറും 3 ലക്ഷം രൂപയ്ക്കു വേണ്ടി ചതിച്ച ഒരു അനിയനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? വിത്ത് ഗുണം 10 ഗുണം എന്ന് എല്ലാവരും പറയും, പക്ഷേ മുഹമ്മദ് അതിനെതിരെയാണ്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാസല്ലം പഠിപ്പിച്ചു തന്നതും ജീവിതത്തിൽ പകർത്തി തന്നതും മാതൃകയാകുന്ന ഏതൊരു ഇസ്ലാം മതവിശ്വാസികൾക്കും അത് മനസ്സിലാകും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ട ഒരു അധ്യാപകൻ എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നു? പഠിക്കാൻ താൽപ്പര്യമുള്ള നല്ല വിദ്യാർത്ഥിയായിരുന്നു. ക്ലാസ്സിൽ മോശമില്ലാതെ മാർക്ക് നേടിയിരുന്നു. അങ്ങനെ 6ാം ക്ലാസ്സിൽ പട്ടാന്നൂർ സ്കൂളിൽ പോയതിനു ശേഷം പഠനത്തിൽ പിന്നോട്ടുപോയി. നല്ല പാട്ടുകാരനായിരുന്നു. നല്ല മൊയ്ലാഞ്ചിയിടുന്നവനായതുകൊണ്ടും അവന്റെ നടത്തവും പെരുമാറ്റവും കൊണ്ട് അവനെ നാട്ടുകാർ ചാന്തുപൊട്ട് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ KPCP പട്ടാന്നൂർ എന്ന നായാട്ടുപാറയിലെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർത്തു. അങ്ങനെ ഇല്ലാത്ത പൈസ കൊടുത്ത് 10ാം ക്ലാസ്സിൽ ട്യൂഷൻ വരെ അയച്ചു പഠിപ്പിച്ചു. നല്ല മാർക്ക് നേടി. അങ്ങനെ 12ാം ക്ലാസ് പാസ്സായി. ഡോക്ടറാകുവാൻ വേണ്ടി പാലയിൽ ഇല്ലാത്ത പൈസ കൊടുത്ത് കോച്ചിങ്ങിന് ചേർത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പെട്ടിയും കിടക്കിയുമായി വന്നു. അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരഞ്ഞു പറഞ്ഞ് അടച്ച പൈസ കളഞ്ഞ് നാട്ടിൽ തന്നെ കോച്ചിങ് മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഊടിപ്പോകുന്നു. അങ്ങനെ കണ്ണൂരിൽ കോച്ചിങ്ങിന് അവന്റെ ഉമ്മ ചേർക്കുന്നു. അങ്ങനെയെങ്കിലും അവൻ ഡോക്ടറാവട്ടെ എന്ന് കരുതി. പക്ഷെ കണ്ണൂരിൽ കറങ്ങാനാണ് പോകുന്നത് എന്ന് ആ വീട്ടുകാർക്കറിയില്ലല്ലോ. പിന്നെയും എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച വീട്ടുകാർ. പക്ഷെ അത് നോക്കാതെ സർ സയ്യിദ് കോളേജിൽ ചേർന്ന് പഠിക്കുവാനെന്ന് പറഞ്ഞു പോകുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ് അഞ്ചരക്കണ്ടിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടി. IT എന്ന സബ്ജക്റ്റിന്. ഓണാവർഷവും 2ാം വർഷവും കഴിഞ്ഞു. പക്ഷേ 3ാം വർഷമായി കോളേജിൽ നിന്ന് ടീച്ചർ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, പാരൻസായി ആരെങ്കിലും വരണമെന്ന്, ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി പോകുമെന്നും നിങ്ങളുടെ പണം വെറുതെ കളയുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നും. അവന്റെ ഉമ്മ എല്ലാവരോടും കടം വാങ്ങിച്ചാണ് അവനെ പഠിക്കാൻ അയക്കുന്നത് എന്ന് ബോധം പോലുമില്ലാത്തവൻ എന്തു ചെയ്യാൻ? മുഹമ്മദ് ഹൈദരാബാദിൽ നിന്ന് എക്സാം എഴുതി വന്ന അന്ന് തന്നെ അങ്ങനെ മുഹമ്മദും വേറെ സജീർക്കാകയും പോകുന്നു. മുഹമ്മദ് വണ്ടിയിലിരുന്നു. ചെന്നു നോക്കുമ്പോൾ സപ്ലി കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇല്ലാത്ത പണം കൊണ്ട് അവൻ നാട്ടിൽ ടൂറുമടിച്ചു പാടിക്കാണ്ട് നടക്കുകയാണ്. ഇവൻ മാഷായാൽ ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളും ഇവനെപ്പോലെ ആകരുത് എന്ന് മാത്രം. അവന്റെ കോളേജിൽ മുഹമ്മദ് വന്നതിന് മുഹമ്മദിനിട്ട് പണി കൊടുത്തു. മുഹമ്മദിന്റെ യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് നോക്കുന്ന EM രാജു സാറിനെയും മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയും വകവരുത്തി. മുഹമ്മദിനെ എക്സാമിൽ തോൽപ്പിക്കാൻ വേണ്ടി ഉസ്മാന്റെ മകനായ ജനിച്ച ഹഫ്സീർ എന്ന ദജ്ജാൽ, സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദും കൂട്ടരും ചേർന്ന് ഹൈദരാബാദിൽ ചെന്ന് വകവരുത്തുന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. എന്നുവേണ്ട എല്ലാ തെമ്മാടിത്തരവും ചെയ്യുന്നു. 1000 രൂപ ഒരു ബെഡ് സ്പേസിൽ താമസിക്കുന്ന മുഹമ്മദ് 2000 രൂപ വരെ ഫുഡ് കോളേജിൽ പോകുന്നത് ചിലവ്. അങ്ങനെ ജീവിക്കുന്ന മുഹമ്മദ്. പക്ഷെ ഇതറിഞ്ഞ് ഹൈദരാബാദിലെത്തിയ സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദും കൂട്ടരും സൺസിറ്റി എന്ന സ്ഥലത്ത് ഒരു റൂമെടുത്ത് താമസിക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ പേരിൽ മാസം 25,000 രൂപ മാസാമാസം കിങ് അബ്ദുള്ള ഏൽപ്പിച്ച ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് കള്ളും കുടിച്ച് ജീവിക്കും. ഇത് നടക്കുന്നത് 2014നും 2018നും ഇടയിലാണ്. നിങ്ങളും സലാമിന്റെ മകനായി ജീവിക്കുന്ന റംഷാദിനെയും ജാബിറിനെയും പോലെ ആകരുതേ സഹോദരാ. അങ്ങനെയിരിക്കെയാണ് അഷ്റഫിന്റെ മരണത്തെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല മുഹമ്മദ്. പറഞ്ഞിട്ടെന്ത് കാര്യം? മുഹമ്മദ് മറിയ ഗ്രൂപ്പിൽ പണിയെടുക്കുന്ന കാലത്താണ് ജാബിറിന് അഞ്ചരക്കണ്ടി കോളേജിൽ സീറ്റ് കിട്ടുന്നത്. 2ാം വർഷം ഫീസ് അടയ്ക്കാൻ പണമില്ലാതെ വന്നു. അപ്പോൾ മുഹമ്മദ് ആ ഓഫീസിൽ നിന്ന് കടം വാങ്ങി അടച്ച് ജാബിറിനെ സഹായിച്ചു. എന്നിട്ട് പോലും ജാബിർ എന്നവനെപ്പോലെ നിങ്ങളും ആകരുതേ മനുഷ്യ. അങ്ങനെ ജാബിർ BTech കഴിഞ്ഞു, കുറച്ച് സപ്ലിയോടെ. അത് കഴിഞ്ഞ് ആപ്പിൾ സോഫ്റ്റ്വെയർ പഠിക്കാൻ പോയി. അതും കഴിഞ്ഞ് സപ്ലിയും എത്തിയെടുത്ത് ദുബൈയിൽ വിസിറ്റിങ്ങിന് പോകുന്നു പണിയെടുക്കാൻ എന്ന് പറഞ്ഞ്. വന്നൊരു പുതിയ ഫോണും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് ഹൊറൈസോൺ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 2020-ൽ വീണ്ടും വിസിറ്റിംഗ് വിസയിൽ പോയി ഒരു കമ്പനിയിൽ 4000 ദിർഹം ജോലി കിട്ടി. പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ് മാക്ബുക്ക് പ്രോ വാങ്ങി നാട്ടിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് ഇഗ്നു യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കുന്നു, B.Ed എടുക്കുന്നു. KPCP പട്ടാന്നൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചറായി ജോലി തുടങ്ങി. 2023-ൽ ഒരു ദിവസം ഉച്ചയ്ക്ക് മുഹമ്മദ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ഇരിക്കൂറിലെ 100 മസ്ജിദ് എത്തിയപ്പോൾ സലാംകായെ കാണുന്നു.
പള്ളിയിൽ കയറിയ മുഹമ്മദിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ സലാം വിളിച്ചു. മുഹമ്മദ് നിസ്കരിക്കാതെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച്. എന്തോ അറിയില്ല, ഭാഷണം കഴിച്ചു വരുമ്പോൾ നിസ്കരിച്ചോളും എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ റംഷാദ് എന്ന ദജ്ജാൽ ആ വീട്ടിന്റെ ഡോർ അടച്ചുവെച്ചിരിക്കുന്നു. റൂമിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നു ജാബിറിന്റെ ഉമ്മയെ. ശബ്ദം കേട്ട മുഹമ്മദ് വാതിൽ അടിച്ച് തകർക്കാൻ തുടങ്ങി. കരച്ചിൽ കേൾക്കുന്നു. വീണ്ടും വാതിൽ മുട്ടി. അപ്പോൾ ജാബിറിന്റെ മുഖഷേപ്പിൽ ഇറങ്ങിവരുന്നു. മുഹമ്മദ് ചോദിച്ചു, നീ ആരാണ് എന്ന്. ഞാൻ ജാബിറിന്റെ ഉമ്മയുടെ മകൻ എന്ന് പറഞ്ഞ് തള്ളിമാറ്റി. അകത്തുനിന്ന് കരച്ചിൽ കേട്ടു നോക്കുമ്പോൾ ജാബിറിന്റെ ഉമ്മയുടെ കാലിന്റെ നരമ്പ് മുറിക്കപ്പെട്ട രീതിയിലാണ് കണ്ടത്, ചെറിയ കത്രിക കൊണ്ട്. ചോര കണ്ട മുഹമ്മദ് ചോദിച്ചു, എന്താണ് സംഭവിച്ചത് എന്ന്. അവൻ ആരാണ് എന്ന്. അവൻ വന്നത് ചുവന്ന സ്വിഫ്റ്റ് കാറിൽ. അത് കഴിഞ്ഞ് ജാബിർ വീട്ടിലെത്തി. ചോദിക്കുന്നു, റംഷാദ് കല്യാണം വിളിക്കാൻ വന്നോ എന്ന്. അപ്പോൾ മുഹമ്മദിന് മനസ്സിലായി ഇവനും അതിൽ പങ്കുണ്ട് എന്ന്. അതിനു പകരം കിട്ടിയത് 3 ലക്ഷം രൂപ ജാബിറിന് ഓൺലൈനായി അയച്ചുകൊടുത്തു. കട്ട പണം കൊണ്ട് സലാമിന്റെ മക്കളുടെ കല്യാണം വിളിക്കാൻ വന്നതാണ് അവൻ. അതിന് സഹായം ചെയ്ത ജാബിറിന് കിട്ടി കാറും ഐഫോണും, കല്യാണം കഴിക്കുന്നതിന് പണവും. എന്താല്ലേ? അത് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുഹമ്മദ് സപ്ലി എക്സാം എഴുതാൻ വേണ്ടി ഹൈദരാബാദിൽ പോയി 2023. അപ്പോൾ ജാബിറിന് കല്യാണമാകിക്കണം. എന്തിന്? മുഹമ്മദിന്റെ എക്സാം നഷ്ടപ്പെടുത്താൻ. അങ്ങനെ പണമില്ല എന്ന് അഭിനയിക്കുന്ന ജാബിർ. മുഹമ്മദ് എക്സാം ഒഴിവാക്കി വീട്ടിലേക്ക് പോയി. വീടിന്റെ ഉള്ളിൽ മൊത്തം പെയിന്റ്. മുഹമ്മദും സജീറും കൂടി അടിക്കുന്നു. എക്സാം നഷ്ടപ്പെടുത്താൻ വേണ്ടി പണവും പലതും ജാബിറിന് കൊടുത്തു. എന്ത് ഇസ്ലാമാണ് സലാമിന്റെയും ജാബിറിന്റെയും ഇവരുടെ കുടുംബക്കാരുടെയും എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ തെമ്മാടികൾ തീർച്ചയായും കൈകാലുകൾ തളർന്ന് ഇഞ്ചിച്ചായി മരിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിനെ നശിപ്പിച്ചതുപോലെ ഇവരെ നശിപ്പിക്കാൻ പ്രതിഗണം ഇസ്ലാം മതവിശ്വാസികളെ. മുഹമ്മദിന് മുഹമ്മദ് ആരാണ് എന്ന് അറിയിക്കാൻ പറ്റിയാൽ മതി. പിന്നെ അങ്ങോട്ട് ഇവരുടെ കാര്യം മഹാമോശമായിരിക്കും. അല്ലാഹുവാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കുന്നവൻ. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്തിനടുത്തുള്ള പ്രദേശമായ പേടയുള്ള നാട്ടുകാരുടെ പേട മാറ്റാൻ വേണ്ടി വന്ന ഒരു പണ്ഡിതന് തെറ്റുപറ്റിയ സംഭവം ഞാൻ നിങ്ങൾക്കിവരെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ?